ജീവൻ്റെ അടിസ്ഥാന വികാരം ഭയമാണ്. ആ ഭയത്തിൽ നിന്നും മോചനം നേടാനാണ് പലരും പലതിലും അഭയം തേടുന്നത്. എന്നാൽ അഭയം തേടുമ്പോൾ അത് അനിത്യമാണെങ്കിൽ ഭയം മാറുകയില്ല, ആശങ്ക വരികയും ചെയ്യുന്നു. ഭയത്തിൽ നിന്നും മുക്തനാകുവാൻ എന്താണ് പോംവഴി? പലരും പലതിനെയും പിടിക്കുന്നു. ഭയം പല കാര്യത്തിലാവാം, ജീവിക്കുന്നത് എങ്ങനെയെന്നാവാം. ചിലർക്ക് സമൂഹത്തെ ഭയം, ചിലർക്ക് രോഗങ്ങളെ ഭയം, ചിലർക്ക് പ്രായത്തെ, ചിലർക്ക് മരണത്തെ, അഭിമാനക്ഷതത്തെ, അങ്ങനെ പലതരത്തിലുള്ള ഭയം. അതിനാൽ ചിലർ ധനത്തിൽ അഭയം പ്രാപിക്കുന്നു, ചിലർ പ്രത്യേക സമൂഹത്തിൽ ആശ്രയിക്കുന്നു. വ്യത്യസ്തമായ ഭയത്തിനനുസരിച്ച് അഭയം, ആശ്രയം ഒക്കെ ഓരോന്നിനോടായിരിക്കും. പക്ഷേ പിടിക്കുന്ന ഒന്നും ശാശ്വതമായ ഒന്നല്ല എന്ന ചിന്ത ആർക്കും വരാറില്ല. അവസാനം പിടിച്ചത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആയിരിക്കും ശരിക്കും അവൻ പെട്ടുപോകുന്നത്. പൊതുവെ ആളുകൾ മരിക്കാൻ ഭയപ്പെടുന്നു. മരണഭയത്തെ അതിജീവിക്കാൻ അവൻ അറിയില്ല. അതിന് കാരണമുണ്ട്. അവർക്ക് മരണം എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ മരണശേഷം എന്ത് എന്ന ചോദ്യത്തിനെ അവൻ അമിതമായി ഭയക്കുന്നു. എന്തിനാണോ ഉത്തരമില്ലാത്തത് അത് അവനെ ഭയചിത്തനാക്കി മാറ്റുന്നു. അതിനെപ്പറ്റി ഉള്ള ചിന്ത തന്നെ അവനെ ഭയപ്പെടുത്തുന്നു. ആ ഭയം മാറുവാൻ അവൻ മറ്റു പല ഉപാധികളെയും പിടിക്കുന്നു. ഉപാധികളിൽ പിടിക്കാതെ, അതായത് നശിക്കാത്തതിനെയാണ് ഞാൻ പിടിക്കേണ്ടത് എന്ന അറിവ് കിട്ടിയവൻ നിത്യതയെ തേടി ആത്മതത്വത്തിലെത്തുന്നു. എന്നാൽ ബ്രഹ്മജ്ഞാനിയാകുന്നു. അതായത് സത്യമറിഞ്ഞ ബ്രഹ്മജ്ഞാനി മരണത്തിന് മുമ്പ് ജ്ഞാനി മരിച്ചവനാണ്. പിന്നെ അവൻ ഭയപ്പെടാൻ ഒന്നുമില്ലെന്നും ഭയക്കുവാൻ അവനുമില്ലെന്ന്. ഈ വിചാരങ്ങളും അടങ്ങുന്ന ഇടം നമ്മളിലുണ്ട്. അവിടെ എത്തണം. അതാണ് നമ്മുടെ യഥാർത്ഥ അസ്തിത്വം. അവിടെ എത്താത്തിടത്തോളം കാലം അസ്വസ്ഥയും അപൂർണതയും അർത്ഥശൂന്യതയും പിന്തുടരുന്നു. അതിനാൽ അതിനെ അറിയുന്ന നിമിഷം പിന്നെ നാം ഓരോന്നിനെയും ഭയപ്പെടുന്നില്ല. ഒന്നിനെയും നമ്മളെ ഭയപ്പെടുത്തുവാനാകില്ല. മനസ്സ് മരിച്ചവനാണവൻ. അസ്തിത്വബോധം അവന് ശരിയായ സ്വാതന്ത്ര്യം നൽകുന്നു, ആത്മശക്തിയും നൽകുന്നു. അവധൂജി. ഒരു സാധകൻ്റെ ആ പരിണാമത്തിൽ പല ഇഷ്യൂസ്, പല പ്രോബ്ലംസ് വരുന്നതിൽ ഉള്ള ഒരു പ്രോബ്ലമാണ് ഭയം എന്നുള്ളൊരു വികാരം. അത് അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് പല രീതിയിൽ. ഭൗതികതയിൽ നിൽക്കുമ്പം അത് ഈ ഭയം ഭൗതികതയിലായാലും ആത്മീയതയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഭയമുണ്ട്. ഇത് രണ്ടായാലും ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ, അടക്കണമെങ്കിൽ വിചാരം കൊണ്ടേ പറ്റുള്ളൂ. അപ്പം വിചാരം കൊണ്ട് അടക്കുകയാണ് ചെയ്യേണ്ടത്. വിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടങ്ങോട്ട് ചാടി അവബോധത്തിലോട്ടല്ല പോകുന്നത്. നമുക്ക് അതിൻ്റെ ഈ മനസ്സിൻ്റെ തൊട്ട് അറിയുന്ന മേഖലയിൽ ഒരു തിരിച്ചറിയുന്ന ഒരു മേഖല ഉണ്ട്. ആ ബുദ്ധി എന്ന് പറയുന്ന വിവേക ബുദ്ധി ഉപയോഗിച്ച് അത് മനസ്സിലാക്കണം. അപ്പോൾ പല സ്റ്റേജസും കടന്നു പോകണം. നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് ഗുരു വചനങ്ങളും കേട്ട് പല അനുഭവങ്ങളും കിട്ടിയിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ, അനുഭവം കിട്ടിയില്ലെങ്കിലും ഗുരുവചനങ്ങൾ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സാധകൻ്റെ ആ പരിണാമത്തിൽ അവൻ്റെ ആ ബോധവികാസം പല തലത്തിൽ ആണ് ഇങ്ങനെ ഉയർന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി കാണും. അപ്പോൾ പറഞ്ഞ പോലെ ഭൗതികതയിലുള്ള ഭയം എന്തൊക്കെയാണെന്ന് കണ്ടായിരുന്നു. ജീവിക്കാനുള്ളതും അതിന് പല രോഗങ്ങളും പ്രായവും ഇതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അഭിമാനക്ഷതം ഇങ്ങനെയൊക്കെയുണ്ട്. അത് ഭൗതികതയിൽ മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരണഭീതി അതെല്ലാവർക്കും ഉണ്ടാവും. അത് ആത്മീയതയിൽ വന്നാലും ഉണ്ടാവും. ഫുള്ളി ഡെവലപ്ഡ് അല്ലെങ്കിൽ ഉണ്ടാവും മരണഭയം. ആത്മീയതയിൽ വന്നവർക്കും പൂർണ്ണമായിട്ട് അങ്ങറ്റം ആത്മസാക്ഷാത്കാരം നേടാത്തവരാണെങ്കിൽ അവർക്കും ഉണ്ടാവും ചില ഭയം. നമ്മൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചിലർക്ക്
അവർ ഗുരുവിനോട് വളരെ അടുത്ത് ചില പിന്നെ അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്കൊരു ഭയം വരും, ഗുരു അങ്ങ് പോകുമോ. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. പല ശിഷ്യന്മാർക്ക് ആ ഒരു അനുഭവം, ഗുരു അങ്ങ് പോകുമോ. ബട്ട് അത് ചിലത് അറിയാത്തതും കൊണ്ടാണ് അങ്ങനെ ഒരു ഭയം ഉണ്ടാവും. ചിലർക്കൊരു ഭയം ഉണ്ടാവും, ഗുരു ശിക്ഷിക്കുമോ, അങ്ങനെ ഒരു ഭയം വരും. അവർ ആത്മീയതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ടും പിന്നെ എല്ലാവരും ഒന്നും ആ ഇവോൾവ്ഡ് സോൾസ് ഒന്നും അല്ല. അപ്പോൾ ആ ഭൗതികതയുടെ ആ കണ്ടീഷൻ ലൈഫിൻ്റെ ആ കണ്ടീഷൻ മൈൻഡ് പിന്നെ ഉണ്ടാവും. അതിൻ്റെ ആ കുറച്ച് ആ അംശം ഉള്ളതും കൊണ്ട്, കുറച്ചല്ല നല്ലൊരു പാട്ട് കാണും. അപ്പോൾ അതിനനുസൃതമായിട്ട് അവന് ചിലപ്പം ചില പ്രശ്നങ്ങൾ പോയി പെട്ടുപോയാൽ പിന്നെ ഒരു പേടിയാണ് ഗുരുവിൻ്റെ അടുത്ത് വരാൻ. ശിക്ഷിക്കുമോ അതൊരു ഭയമാണ്. അങ്ങനെ പലതരം ഭയം ഈ പരിണാമം വരുന്ന ഒരു സാധകനുണ്ടാവും. അപ്പോൾ ഇത് ഏത് ഭയമായാലും സ്വാഭാവികമായിട്ട് അവർ അത് നേരിടുന്നത് ഒരു ഷോർട്ട് കട്ട് വഴിയായിരിക്കും, എന്തിനെങ്കിലും പിടികൂടും. ഫോർ എക്സാമ്പിൾ ധനം, ജീവിക്കാനുള്ള മാർഗം. പിന്നെ രോഗങ്ങളാണെങ്കിൽ ദേ വിൽ ഗോ ഫോർ സം ട്രീറ്റ്മെൻറ്റ് ആൻഡ് സച്ച് തിങ്. അല്ലാതെ ഈ സൈക്കോസൊമാറ്റിക്കായിട്ട് എന്താ നിൻ്റെ പ്രശ്നം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാതെ മെഡിസിൻ എടുക്കാൻ പോകും. പിന്നെ പ്രായത്തിൻ്റെ ഒക്കെ ദേ വിൽ ട്രൈ ടു ഗോ ഫോർ അതർ മെത്തേഡ്സ് തിങ്കിങ് ദ എക്സ്റ്റേണൽ ഫാക്ടറാണെന്ന്. അങ്ങനെ പല കാര്യങ്ങളിങ്ങനെ പിടിച്ചു പോകുമ്പം അവരെന്താണത് അഡ്രസ്സ് ചെയ്യാത്തത്, അവരുടെ ബേസിക്കായിട്ട് മൈൻഡിൽ എന്താണോ ഉള്ള ആ ഭയം അതവർ കൈകാര്യം ചെയ്യുന്നില്ല. അത് ഷോർട്ട് കട്ട് എടുക്കും. പലതിനെയും പിടിക്കുമെന്ന് കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ ആ കാര്യം. അഭയം തേടും, ആശ്രയിക്കും എന്തിനെങ്കിലും അത് പിന്നെ മറികടക്കാൻ. പക്ഷെ അത് പറ്റില്ല, അത് ഒരു സൊല്യൂഷൻ അല്ല. കാരണം അവിടാണ് സാധകർ ശ്രദ്ധിക്കേണ്ടത്. ഈ ഭയം വരുമ്പം അവന് സത്യസന്ധമായിട്ട് അവൻ്റെ ഉള്ളിൽ അവബോധമുണ്ട്, പക്ഷേ ആ അറിഞ്ഞു കാണത്തില്ലായിരിക്കും. അല്ലെങ്കിൽ ആ വിവേക ബുദ്ധി ഉപയോഗിച്ച് സാക്ഷീകരണം ചെയ്ത് എന്താണ് ആ പ്രശ്നം എന്ന് അവൻ ഉണ്ടാക്കിയ ആ മനസ്സിനകത്തെ ആ സ്ട്രക്ചർ അവൻ തന്നെ മനസ്സിലാക്കിയിട്ട് അവൻ തന്നെ അഴിച്ചു പണിയും. അത് അനിവാര്യമാണ്. ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷകനാണെങ്കിൽ അത് ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഈ മനസ്സിലുള്ളതെന്ന് എപ്പോഴും ഈ പിന്നെ എന്താണ് ഇൻ ദ നൗ എന്നുള്ള ആ ഇതിനകത്ത് പറയുന്നത് പോലെ നിരന്തരം എന്താണോ ആവർത്തിക്കുന്ന നിൻ്റെ മൈൻഡിലും ആ ചിന്ത നോട്ട് ചെയ്യണം. ആ ചിന്ത നോട്ട് ചെയ്തിട്ട് അതെന്നിൽ ഉണ്ട്, എന്നിട്ട് ഇതുണ്ട്. അപ്പോൾ നമ്മളോട് ഗുരുജി പറഞ്ഞിട്ടുണ്ട് ഒരു പിന്നെ സാധകൻ ചെയ്യേണ്ടത് നിരീക്ഷിക്കണം, പിന്നെ ശ്രദ്ധവാന്മാരാകണം, പിന്നെ എന്താണുള്ളതെന്ന് അഡ്രസ്സ് ചെയ്യണം. പിന്നെ അതിൽ നിന്ന് മാറാനായിട്ട് ദർ ഇസ് അനദർ വൺ ട്രൂത്ത്. നമ്മുടെ ഉള്ളിൽ എല്ലാം അടങ്ങുന്ന വികാരങ്ങൾ പിന്നെ അടങ്ങുന്ന ഒരു ഡൊമെയിൻ, ഒരു മണ്ഡലമുണ്ട്. അവിടെ പോകണം. പക്ഷേ അവിടെ പോകണമെങ്കിൽ ആദ്യമേ ഒരു കാര്യമുണ്ട്. ഇതിനകത്തുള്ള നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉപകരണം അന്ധകരണം എന്ന് പറയുന്ന അത് ഉപയോഗിക്കണം. അപ്പോൾ ഈ മനസ്സിനകത്ത് ഇത്രയും കാര്യം ഉള്ളപ്പോൾ അതിനെ ഉപയോഗിക്കണ്ടേ? അതിന് പക്ഷേ നമ്മൾ എന്തിനെ പിടിക്കണം? ആ വിവേക ബുദ്ധിയെ പിടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് സാക്ഷിഭാവത്തിൽ എന്താണുള്ളതെന്ന് നോക്കിയിട്ട് പിന്നെ ചുമ്മാതെ സാക്ഷീകരിച്ചിട്ട് കാര്യമില്ല, അത് പൊളിക്കണം. അത് അവനവൻ പൊളിക്കണം. എങ്ങനെ പൊളിക്കും? ഇതെൻ്റെ കയ്യിലുണ്ട്. ഇപ്പം 2 ഓപ്ഷൻസ് കാണും, 2-3 ഓപ്ഷൻസ് കാണും. ഒന്ന്, ഇതിനെ കാണുന്നത് തന്നെ ആ പെർസെപ്ഷൻ ഗ്രഹിക്കുന്നത് ഇതെന്നിൽ ഉണ്ട് എന്ന് പറയുന്നത് സത്യസന്ധനാണെങ്കിൽ അവൻ അംഗീകരിക്കും, എൻ്റെ ഇതിൽ ഈ സംഗതി ഉണ്ട്, ഇത് ഞാൻ റെക്ടിഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പലതവണ ഇത് ആവർത്തിക്കുമ്പം ഹി ഹിംസെൽഫ് വിൽ ഗെറ്റ് ഫെഡ് അപ്പ് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ഡൈ എ നാച്ചുറൽ ഡെത്ത്. അങ്ങനൊരു സാധ്യത ഉണ്ട്. ചിലർക്ക് അത് പറ്റത്തില്ലായിരിക്കും. പിന്നെയും ആ മറ്റേ മണ്ഡലത്തിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ട്, അത് വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ രണ്ടാമതൊരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിൻ്റെ കർമ്മഗതി മാറ്റം. ഇതിനെ പോഷിപ്പിക്കുന്നത് നിൻ്റെ ഈ ചിന്തയല്ലേ, ഇങ്ങനെ വരുന്ന ചിന്ത, അതെ പോഷിപ്പിക്കുന്ന കർമ്മം എന്താണോ നീ ചെയ്യുന്നത് ആ കർമ്മഗതി
മാറ്റണം. അപ്പോൾ കള്ള് കുടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ കുടിക്കാനുള്ള ആ ടെൻഡൻസി വരുമ്പം ഡിസ്ട്രാക്ട് യുവർ സെൽഫ് ആൻഡ് ഗോ സംവെയർ എൽസ് ആൻഡ് ഡു സംതിങ്. അങ്ങനെ ആ കർമ്മഗതി മാറ്റണം. കർമ്മഗതി മാറ്റിയിട്ട് അതിൽ സ്റ്റക്കാകാതെ അതാണ് അങ്ങനെ അഡ്രസ്സ് ചെയ്യണം. ഒരു സാധകൻ അത് അഡ്രസ്സ് ചെയ്തേ മതിയോ. ഹോണസ്റ്റ്ലി ടു ഹിംസെൽഫ് ഹി ഹാസ് ടു വർക്ക് ഔട്ട്. അങ്ങനെ നേരിട്ട് കാണുകയും കർമ്മഗതി മാറ്റാനും പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ സഹായിക്കുന്നതാണ് ഗുരുജി പറയുന്ന പോലെ പ്രസൻറ്റിൽ നിന്ന് എല്ലാം പണിയും ചെയ്യുക, അല്ലെങ്കിൽ മന്ത്രജപം, അല്ലെങ്കിൽ നോട്ട് ഓൺലി റെസ്ട്രിക്റ്റഡ് ഓൺലി ഫോർ 1 or 2 hours. അത് അങ്ങോട്ടും പോകുമ്പോൾ ഹോൾ ഡേ നമുക്ക് എപ്പോഴും തിരിച്ച് അതിലോട്ട് വരാനുള്ളൊരു ശ്രദ്ധ പ്രസൻറ്റിൽ നിന്ന് ജോലി ചെയ്താൽ ഏറെക്കുറെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയം ഓവർകം ചെയ്യാം. ഭയത്തിൻ്റെ പോലെ തന്നെയാണ് മറ്റേ ചില വികാരങ്ങൾ, നമ്മളെ തളർത്തുന്ന വിചാരങ്ങളും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാലേ ഉള്ളൂ ഈ മൈൻഡ് ഇങ്ങനെ ഓരോ എണ്ണം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളഞ്ഞാലേ ഉള്ളൂ മൈൻഡ് സൈലൻ്റ് ആകുന്നത്, നിശ്ചലമാകുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഗാമ, തീറ്റ, ഡെൽറ്റ, ഗാമ, ബീറ്റ, ആൽഫ മെൻ്റൽ വേവ്സ് കുറഞ്ഞിട്ട് ആ ഫ്രീക്വൻസി കുറഞ്ഞ് ഏകദേശം സ്ട്രേറ്റ് ലൈൻ പോകുന്ന സമചിത്തത്തിൻ്റെ ഡെൽറ്റ വേവിൽ പോയിട്ട് ആ ഡീപ്പ് കോൺഷ്യസ്നെസ് തെളിയുന്നത്. അങ്ങനെ ആ സൈലൻറ്റ് മൈൻഡ് വന്നിട്ട് കോൺഷ്യസ്നെസ്സിലോട്ട് ലെവലിലോട്ട് പോയിട്ട് അതറിയണം ആദ്യം. അതറിഞ്ഞാലേ ഉള്ളൂ അത് ആ പറഞ്ഞ ആ ഉന്മ അല്ലെങ്കിൽ ബോധം എന്ന് പറയാം നമുക്ക്. ബോധം തലത്തിൽ വന്നിട്ട് പിന്നെയും നമുക്ക് സഞ്ചരിക്കാനുണ്ട്. ബോധതലത്തിൽ ഈ അഹമൊക്കെ ചിലപ്പം കയറി വരും, തിരിച്ച് റിവേർട്ട് ചെയ്യും. അതുകൊണ്ട് പിന്നെ നമുക്ക് എന്താണ് ബോധത്തിൻ്റെ ഉന്മ കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ ഗുരുജി, മറ്റെന്താണ് അവബോധം എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ ബോധം നന്നായിട്ട് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ബോധതലം അറിഞ്ഞിട്ട് എപ്പോഴും ഈ മൈൻഡ് സൈലൻ്റ് ആവണം. ഒന്നല്ല ഇഷ്യൂ, ഭയം, പല ഇഷ്യൂസുണ്ട്. ആ ഇഷ്യൂസ് എല്ലാം നിങ്ങളെ തളർത്തുന്ന എന്താണോ അത് നോക്കണം. നോക്കിയിട്ട് അതില്ലാതാകുമ്പം ചലനങ്ങൾ മൈൻഡിൽ കുറയുമ്പോൾ, വേവ്സ് കുറയുമ്പം നമുക്ക് ആ ബോധം കുറച്ച് കിട്ടുമ്പോൾ അതെങ്ങനെയാണ് അറിയുന്നത്? ഒരു സാധകൻ എങ്ങനെ അറിയും? ചിലപ്പോൾ ഒരു സ്ഫുരണം പോലെ, പിന്നെ ഒരു നിമിഷം ഒരു ഫീലിംഗ് ഓഫ് ഇത് ജോയ്, അനുഭൂതി, അങ്ങനെ ആനന്ദം, ഇങ്ങനെ ക്ഷണിക നേരത്തെ എന്തെങ്കിലും ഒരു എക്സ്പോഷർ കിട്ടും. പക്ഷെ അത് ധ്യാനം ചെയ്യുമ്പം അതിൽ നിൽക്കാൻ നോക്കണം. അവിടെ പിന്നെ ധ്യാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെയും ആദ്യം മനസ്സിനകത്തെ എല്ലാം കണ്ടുപിടിച്ചു ധ്യാനം ചെയ്തുകൊണ്ടിരുന്നപ്പം ഇത് മനസ്സ് കയറി വരും, തോട്ട്സ് വന്നു, നിരീക്ഷിച്ചു. അടുത്ത സ്റ്റേജ് ഇതറിയുവാണെങ്കിൽ സൈലൻ്റ് ആയാൽ ധ്യാനിക്കുമ്പം ആ ബോധം മനസ്സിലായിരിക്കും നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് പിന്നെ മനസ്സിന് മനോവൃത്തികളിൽ നിന്നും ആത്മവൃത്തികളിലോട്ട് പോയിട്ട് ധ്യാനം അവിടെ വെച്ചാണ് നടത്തേണ്ടത്. ധ്യാനം നടത്തുമ്പം ആ ആത്മവൃത്തിയിൽ നിന്നുകൊണ്ട് വേണം നടത്താൻ. അപ്പോഴാണ് പിന്നെയും വഴുതി വീഴും, തിരിച്ചും വിപര്യാസം എന്ന് പറഞ്ഞാൽ ഹാബിച്വൽ എറർ ഓഫ് ഗോയിങ് ബാക്ക് ടു ദ ബോഡി കോൺഷ്യസ്നെസ് ആൻഡ് മൈൻഡ് കോൺഷ്യസ്നെസ് അതിൽ പോകും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നിട്ട് പിന്നെ ആ അൾട്ടിമേറ്റിലോട്ട് ചെന്ന് എത്താൻ പറ്റത്തുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാലേ ഉള്ളൂ. ആ അവബോധം എന്ന് പറഞ്ഞൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെയാണ് എല്ലാ വികാരവും എല്ലാം അടിയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മനസ്സ് മരിച്ചതായിരിക്കും. അപ്പോഴാണ് അവന് മരണത്തിൽ നിന്നും മുക്തനാകുന്നത്. അപ്പം മരണത്തിൻ്റെ റിയൽ മീനിങ് മനസ്സിലാകും. പിന്നെ ഭയക്കേണ്ട കാര്യവും ഇല്ല. അതായിട്ട് മാറുമ്പം പിന്നെ നിങ്ങൾ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യും. ത്രൂ ദാറ്റ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ചില മിറക്കിൾസ് പോലെ തോന്നും. മിറക്കിൾസ് അല്ല, അത് സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ നടക്കും. ധ്യാനാത്മക മനസ്സും അതും സിങ്ക് ചെയ്യുമ്പം ചില മിറക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പം അതാണ് കൺവിക്ഷൻ നമുക്ക് ആ ബോധ്യമാവും. ഇങ്ങനെ അതും കൊണ്ട് സിങ്ക് ചെയ്താൽ നമ്മളും അതും ഒന്നാവുമ്പം വി ആർ ഇൻ കോസ്മോസ് ആൻഡ് കോസ്മോസ് ടേക്സ് കെയർ ഓഫ് യു. അങ്ങനെ ഭയം നമുക്ക് അങ്ങനെ അവിടെ പോകണം, അങ്ങനെ പോകണം. എല്ലാ വിഷമങ്ങളും വികാരങ്ങളും ഇങ്ങനെ തന്നെ നമ്മൾ സൈലൻ്റ് ആക്കിയിട്ട് മൈൻഡിനെ സൈലൻ്റ് ആക്കിയിട്ട് ബോധത്തിലോട്ട് പോകും. ഹരിയോ. അങ്ങനെ ഭയത്തിനെ കുറിച്ച് പറയാൻ
ഭഗവത്ഗീതയിൽ കൃഷ്ണൻ്റെ വിശ്വരൂപം കണ്ടിട്ട് അർജുനൻ പേടിച്ചായിരുന്നു. പക്ഷേ അതേ ഭഗവാന്റെ സ്വരൂപമായി പ്രഹ്ലാദൻ പേടിച്ചില്ല. ആ ഇമോഷനെ രണ്ടുപേര് രണ്ട് തലത്തിലായിരുന്നു കണ്ടിരുന്നത്. ഒരാൾക്ക് നമുക്കറിയാം ഇത്രയും ചാപ്റ്റേഴ്സ് എല്ലാം പറഞ്ഞു കൊടുത്ത് ആണ് ആ ഭയം മാറ്റിയത്. മറ്റേ ആൾ 5 വയസ്സ് 6 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന് ആത്മവിദ്യ എന്തായിരുന്നു എന്ന് മനസ്സിലായി. അപ്പം ഭയം എന്ന് പറഞ്ഞ ഇമോഷൻ അവിടെ ഇല്ലായിരുന്നു. ഒരു ഇൻസെക്യൂരിറ്റിയോ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ ഭയം എന്ന് പറയുന്ന സംഭവം വരുന്നത്. ചിലപ്പം എന്താ പറയുക, ഓരോ ഫോംസ് ഓഫ് ഗോഡ്സ് നമ്മൾ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ദേവതാ സങ്കല്പം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ഉള്ള ഭയത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ആ റെപ്രസെൻറ്റേഷനെ കട്ട് ചെയ്യാൻ തന്നെയാണ് ആ ഫോം എടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോമിൻ്റെ ആവശ്യമില്ല. ഏറ്റവും കൂടുതലുള്ള ദേവിയുടെ ഫോം നോക്കിയാൽ മതി. ഭയങ്കര രൗദ്രമായ രക്തദന്തിക, അല്ലെങ്കിൽ ഒട്ടും കൊള്ളാത്ത ധൂമാവതി, എന്താ പറയുക, വൃത്തിയായിട്ട വേഷമുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൗശികി, മഹാലക്ഷ്മി. പക്ഷേ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ലക്ഷ്മി. പിന്നെ ബാലസ്വരൂപമായ ബാലത്രിപുര സുന്ദരി, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകി എന്ന് പറയുന്ന ത്രിപുര സുന്ദരി. എല്ലാം ഓരോ ഫോംസ് ഇമോഷനാണ്. ഭയപ്പെടുത്തുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഭയവും എല്ലാ ഇമോഷനും എന്താ പറയുക, ഒരു പോകുന്ന മാർഗത്തിൽ എല്ലാം ഒരു ഒബ്സ്റ്റക്കിളാണ്. പിന്നെ അത് ഒരു നമ്മൾ സാധന ചെയ്യുന്ന, നമ്മൾ ആത്മവിചാരം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഗ്രേസും നമ്മൾ ചെയ്യുന്ന പ്രയത്നവും കൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ പിന്നെ ഈ ഇമോഷൻസ് ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും. അതാണ് പ്രഹ്ലാദൻ്റെ എക്സാമ്പിൾ എടുത്തത്. അദ്ദേഹം ഒരിക്കലും എന്താ പറയുക, പേടി അദ്ദേഹത്തിന് തോന്നിയില്ല നരസിംഹരൂപം കണ്ടത്. ധ്രുവനും അതുപോലെയായിരുന്നു. കാട്ടിൽ പോയി 6 മാസം ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് പേടി തോന്നിയില്ല. നാരദൻ തന്നെ എന്താ ആദ്യമേ മാറ്റാൻ ശ്രമിച്ചായിരുന്നു പ്രഹ്ലാദന്. നിങ്ങൾക്ക് 5 വയസ്സായി, പറ്റത്തില്ല, പാടാണ്, ഇങ്ങനെ ജീവിക്കും, ആഹാരമില്ല കാട്ടിൽ. ആ മധുവനത്തിന് അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, എനിക്കത് നേടിയെടുക്കണം. നമ്മുടെ രാമ കാജ് കരിബേക്കോ ആത്തിർ, നമ്മുടെ ഹനുമാൻ ചാലീസ എന്ന് പറഞ്ഞ വാക്കാണ്. രാമൻ്റെ ചെയ്യുന്ന ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഹനുമാന് വേറെ മാർഗങ്ങൾ എന്തെല്ലാം വന്നപ്പോഴും ഇറ്റ് വാസ് നെവർ എൻ ഒബ്സ്റ്റക്കിൾ. ഭയമോ അദ്ദേഹത്തിനത് വന്നില്ല. അപ്പോൾ എന്താ പറ്റാത്ത കാര്യം. ഇപ്പോൾ ഇത് ഒരു ലൈവ് എക്സാമ്പിളിനാണ് പറയാം. ഇത് ഈയിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. എനിക്കൊന്നൊരു 8 വർഷം അല്ല, ഒരു 50 ഇയേഴ്സ് മുമ്പേ ആയിരുന്നു എന്ന് തോന്നുന്നു. ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു നാട്ടുമ്പുറംകാരി. അവരുടെ ഹസ്ബൻഡിന് ഒട്ടും വയ്യ, ഒരു വല്ലാത്തൊരു അസുഖമാണ്. ആ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് കിട്ടണം. അവർ ആ സമയത്ത് ബോംബെയിൽ പോകണം. ഇവർ നാട്ടിൻപുറത്താണ്, മഹാരാഷ്ട്രയിലുള്ള. അവർക്ക് ഇത്ര പൈസ വേണം, അവരുടെ കയ്യിലില്ല കാശ്, അവരുടെ കാശില്ല. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം. അവരുടെ ഭർത്താവിന് എങ്ങനെയെങ്കിലും അവർക്ക് സേവ് ചെയ്യണം. അവർ മരണം വെപ്രാണോ എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ എനിക്കൊന്ന് നമ്മുടെ വടാപ്പാവ് കഴിക്കുന്ന പോലെ സംഭവത്തിൽ അവർ പേപ്പറിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. അതായത് ഒരു മാരത്തോൺ നടക്കുവാണ് ബോംബെയിൽ. ആ മാരത്തോണിൽ ജയിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാശ് ഇത്രയും കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു അതൊരു എന്തോ ഇതെനിക്കെങ്ങനെയും കിട്ടണം. ആ സ്ഥലത്ത് അതിന് കാശിന് വേണ്ടി അവിടെ ആ സ്ഥലത്ത് പോകും. ആൾക്കാരെല്ലാവരും കളിയാക്കുക. അതായത് ഗ്രാമീണ സ്ത്രീയാണ്, അറിയാം, പണ്ടത്തെ മുണ്ടൊക്കെ ഉടുത്ത് പുറകിലൊക്കെ കെട്ടി കുളിക്കാത്ത വേഷം, എല്ലാവരും കളിയാക്കും. പക്ഷെ അതിനകത്ത് അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഓടിയതിന് ഒന്നും എക്സ്പീരിയൻസ് ഇല്ല. അവർ എല്ലാവരും കളിയാക്കി ഭയപ്പെടുത്തി എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ മനസ്സിൽ ഒറ്റ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ, ലക്ഷ്യം. ഐ ഹാവ് ടു വിൻ ദിസ് റേസ്. ആ റേസിൽ പോവും, അവർ വിൻ ചെയ്യും. വിൻ ചെയ്യും. അപ്പോൾ ആൾക്കാരൊക്കെ അതിശയിപ്പിച്ചു. അതായത് കൂടെ നടന്നത് വേറെ എന്താ പറയുക, റണ്ണിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ പത്രക്കാരൊക്കെ, എനിക്ക് ആ ലേഡിയുടെ പേര് ഓർമ്മയില്ല, ഇപ്പം സഡനായിട്ട് ഓർമ്മ. അതിപ്പം എപ്പോഴെങ്കിലും നെറ്റിൽ നോക്കിയാൽ കാണാം, മഹാരാഷ്ട്രയിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് വെച്ചാൽ അവരുടെ ഹസ്ബൻഡിനോട് അത്ര സ്നേഹമായിരുന്നു. അപ്പോൾ അവർ ആ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ബാക്കി ഇമോഷൻ ഡസൻറ്റ് ഹാവ് എനി ഇമ്പോർട്ടൻസ്. അത് ഭയമായാലും കാമമായാലും
വേറെ ഒന്നും അതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അവർ ചെയ്തു. ഇത് ലൈവ് എക്സാമ്പിൾ. ഇതെനിക്കൊരു 10-30 വർഷം 80s-ലാണോ 70s-ലാങ്ങാണ്ട് നടന്ന സംഭവമാണ്. ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണും. ഹരിയും വൃത്തത്തിലെ ശൂന്യത, അതിൽ നന്ദിച്ചേട്ടൻ വായിക്കുകയുണ്ടായി. അതിൽ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ വികാരം എന്ന് പറയുന്നത് ഭയമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാനം, അഭിമാനം, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ എത്രമാത്രം അതിൻ്റെ അവസാനത്തിലേക്ക് പറയുന്നുണ്ട്, ആ ആത്മജ്ഞാനത്തിലേക്ക്, അതാണ് അതിൻ്റെ യഥാർത്ഥ വഴി. അപ്പോൾ ആ ഭയത്തിൽ നിന്നുമൊക്കെ നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത്. പറയുന്ന വികാരത്തിൽ നിന്നും നമ്മൾ ആ പോയിന്റിലോട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ജ്ഞാനം വേണം. അല്ലെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിലോട്ട് സത്യസന്ധമായിട്ട് നമുക്ക് ആഴ്ന്നു ചെല്ലാൻ സാധിക്കത്തില്ല. സമൂഹത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, വീട് ആയാലും സൊസൈറ്റി ആയിട്ട് താമസിക്കുന്നതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഭയം തന്നെയാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരാൾ, കുട്ടിയായാലും ഭാര്യ ആയാലും, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പുഞ്ചിരി ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ നമുക്ക് ഭയം നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ സകല താളവും ആ നിമിഷം മുതൽ തെറ്റും. ഒരു ചിരി മങ്ങിയാൽ മതി നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരാളുടെ. അപ്പം നമ്മളുടെ മനുഷ്യ മനസ്സെന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. അത് എത്രമാത്രം ഈ ഭയത്തിനെ, മാനത്തിനെ, അഭിമാനത്തിനെ, ഈ പറയുന്ന അഷ്ടവൈരികളെ നമ്മൾ സ്പർശിച്ചു എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. അപ്പം എനിക്ക് എൻ്റെ സാധനാ ജീവിതത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ഈ പറയുന്ന ഇതെല്ലാം അമ്മയുടെ ഒരു ലീലയാണല്ലോ. വളരെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ട്രിക്കി ആയിട്ടുള്ളതാണ്. അപ്പം അത് കുറുഞ്ചോടെന്ന് പറയും, അവിടെയല്ല ഇവിടെയല്ല, അങ്ങനെ വളരെ കണ്ണിങ് ആയിട്ടുള്ള മൈൻഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡിൻ്റെ അകത്തു നിന്ന് നമുക്ക് വെളിയിൽ ഇറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. അദ്ദേഹം ഒരു കള്ളനായിരുന്നു. കള്ളനെന്ന് അദ്ദേഹം അല്ലാതെ സത്യസന്ധമായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ കാല് വാരിയാണ് എല്ലാവരും. അപ്പം ഭഗവാന് കള്ളനായിട്ടും കാലിനായിട്ടും, മീൻസ് ചിലയിടത്ത് ഫൈറ്റ് ചെയ്യേണ്ടിടത്ത് ഫൈറ്റ് ചെയ്യും. അങ്ങനെ വളരെ കൗശലമായിട്ടാണ് ഭഗവാൻ നിന്നത്. അപ്പം നമ്മുടെ മനസ്സിനോട്, ശരിക്കും നമ്മുടെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ട് നമ്മളുടെ മുന്നിൽ വരുന്ന ഗുരുവും അല്ലെങ്കിൽ അമ്മയും ആ തരത്തിലെ നമ്മളോട് ആ പറയുന്ന മനസ്സിൻ്റെ കൺസ്ട്രക്ഷനെ പൊളിക്കുന്ന രീതിയിലായിരിക്കും അത് അവർക്ക് ഇറങ്ങി വരുന്നത്. അപ്പം ഇച്ചിരി രത്നചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ അതിനെ ആഴത്തിൽ സ്പർശിക്കുമ്പം ഈ പറയുന്ന ഭയത്തിനെ, അല്ലെങ്കിൽ മരണഭയത്തിനെ, നമ്മളുടെ മാനത്തിനെ, അഭിമാനത്തിനെയൊക്കെ നമ്മൾ സ്പർശിക്കുമ്പോൾ അവൾക്ക് തോന്നും, നീ അതറിയണോ, അല്ലെങ്കിൽ അത് നിനക്ക് അറിയേണ്ടതാണോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ അത് അറിയിപ്പിച്ചു തരും. അപ്പോൾ അത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അമ്മയെ നമ്മൾ മുറുക്കെ പിടിച്ച്, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അഭയം, അവനൊരു അഭയം വേണം. ഈ പറയുന്ന പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പം അവനൊരു അഭയം കിട്ടുമ്പം അവൻ ആ പറയുന്ന അൾട്ടിമേറ്റിനെ ചിലപ്പം അമ്മയ്ക്ക് തോന്നിയാൽ അമ്മയെ അറിയിപ്പിച്ചു കൊടുക്കും. ശരി. ഒരു 3 കോണ്ടെക്സ്റ്റായിട്ട് ഈ ഒരു ടോപ്പിക്ക് പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ട് ഭയം ഉണ്ടാകുന്നു? ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ എനിക്ക് പറയാനായിട്ട് അവസരം വന്നപ്പോൾ തന്നെ ഉള്ളിൽ ഭയം വരുന്നുണ്ട്. അതായത് നമ്മൾ സദാ ആ ഒരു ഭയത്തിലാണ് നിലനിൽക്കുന്നത്. സദാ നമ്മളൊരു ഭയം നിലനിൽപ്പുണ്ട്. ഒരു ചെറിയൊരു വിഷയമായാലും, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ സമയം മാറിപ്പോകുമോ, ലേറ്റായി പോകുമോ, അതായത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. നമ്മളതിനെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, കാരണമില്ലാത്ത ഓരോ ഭയത്തിൻ്റെയും പുറകിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പോൾ ഈ ഭയം പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ ഈ മൈൻഡ് ട്രാപ്പിൽ കൂടി പോകുന്നതുകൊണ്ടാണ്. അതായത് പാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പഴയ കാര്യങ്ങൾ, ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ എല്ലാവരും ഭയത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത്. ആ കർമ്മങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ പല പല ചിന്തകൾ അവരിൽ വന്ന് പോയി ആ ചിന്തകളുടെ ലോകത്ത് കൂടി നിൽക്കുമ്പോൾ എപ്പോഴും ഭയം അവിടെ ഉണ്ടാകും. അപ്പോൾ ഭയം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പഴയതിലോട്ട് നമ്മൾ പാസ്റ്റിൽ കൂടി പോകുന്നു, നമ്മൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് ചെയ്യേണ്ടുന്ന നമ്മുടെ കർമ്മം, അതായത് ധർമാനുഷ്ഠിതമായിട്ടുള്ള നമ്മുടെ കർമ്മം ചെയ്യുക എന്നുള്ളത് പോലും നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭയം നമ്മളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ മരണഭയത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും എനിക്ക് മരണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ മരണങ്ങൾ കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്ത് പോകുന്നതല്ല, നമ്മൾ മരിക്കും എന്നുള്ളൊരു ചിന്ത പോലും നമ്മൾക്ക് പലപ്പോഴും വരികയില്ല. അപ്പോൾ നമ്മൾ സദാ അപ്പോൾ തന്നെ നമ്മളെപ്പോൾ തിരിച്ചെത്തും, അതുപോലുള്ള പല പല ആങ്സൈറ്റീസിൻ്റെയും പുറകിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഭയത്തിൻ്റെ കോൺസിക്വൻസസ്, ഈ ഭയത്തിൽ നമ്മൾ നിന്ന് വ്യവഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിമിഷത്തിൽ നിൽക്കുന്നില്ല. പിന്നെ ഇതുമാതിരി ഈ ഭയത്തിൽ നിന്ന് ഒരു ഗുരുജി ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ഭയമാണ് നമ്മുടെ മനുഷ്യൻ്റെ ഒരു നിലനിൽപ്പിൽ ബേസ് ചെയ്ത് മൈൻഡ് ട്രാപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ഭയത്തിൽ തന്നെയാണ് അവർ നിലനിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത പോലും പലപ്പോഴും ഈ ഭയം കാരണം ഉണ്ടാവുകയില്ല. റൈറ്റ് തിങ്കിങ് ഉണ്ടാവുകയില്ല, നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ല, നമ്മൾ അൺകോൺഷ്യസ് ട്രാപ്പിൽ കൂടി നമ്മൾ പോകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഭയത്തെ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടുന്ന നമ്മുടെ റൈറ്റസ് ആയിട്ടുള്ള ലിവിങ് ആണ്. നമ്മൾ പല കാര്യങ്ങളും ഉദാഹരണത്തിന് ഒരു വ്യക്തിയോട് നമ്മളൊരു ഉപദേശം കൊടുക്കുന്നു, നമ്മൾ റൈറ്റ് ഒരു പേഴ്സണല്ല നമ്മളൊരു അഡ്വൈസ് കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും. അവിടെ നമ്മൾ പറഞ്ഞതിൻ്റെ ഇമ്പാക്റ്റ് അവരിൽ എങ്ങനെ ഉണ്ടാകും. അതായത് വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ഈ ഭയത്തെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ഭയമുണ്ട്. സദാ നമ്മളൊരു ഭയത്തിലാണ് നിലനിൽക്കുന്നത്. ആ ഭയം നിലനിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൻ്റെ ലെവലിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ബോധത്തെ നമ്മൾ മറന്നു പോകുന്നു. ആ ബോധത്തോടു കൂടി ധർമാനുഷ്ഠിതമായിട്ട് ജീവിതം എന്നുള്ളത് സ്ഥായിയായിട്ടുള്ളതാണ്. ജീവിത സാഹചര്യങ്ങളല്ല നമ്മൾ. ജീവിതം എന്നും ഉണ്ട്, എല്ലായ്പ്പോഴും ഉണ്ട്, ഒമ്നി പ്രസൻ്റ് ആണ്. പക്ഷേ നമ്മൾ ജീവിത സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ തീർത്തും നമ്മൾക്ക് ഉള്ളിൽ ആ ഒരു ഭയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹയർ പെർസ്പെക്റ്റീവിൽ കൂടി നമ്മൾ ഭയത്തെ ചിന്തിക്കുന്നതിനേക്കാളും നമ്മൾ ബേസിക് ആയിട്ട് അണ്ടർനീത്തായിട്ട് കോറിൽ എന്തെല്ലാം ഭയം നമ്മളിലുണ്ട് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഈ ഭയത്തെ റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്നത് മെറ്റീരിയലിസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഭയം ഉണ്ടാവും. നമുക്ക് പൊസിഷൻസ് വെച്ചിട്ട് നമ്മൾ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ധനം, ഇതുപോലെ പല കാര്യങ്ങളും പിന്നെ പല സങ്കല്പങ്ങൾ പലതും നമ്മളെ ഭയത്തിലോട്ട് കൊണ്ടെത്തിക്കും. അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ നിന്ന് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഏതെല്ലാം തരത്തിലുള്ള ഭയമാണ് എനിക്ക് ഉള്ളത്, എന്തുകൊണ്ട് എനിക്ക് അത്തരം ഭയങ്ങൾ എന്നിൽ ഉണ്ടാവുന്നു, അപ്പോൾ നമ്മൾ ഏതെല്ലാം ചേഞ്ചസ് നമ്മളിൽ വരുത്തേണ്ടതായിട്ടുണ്ട് ആ ഭയം മാറ്റാൻ എന്ന് നമ്മളതിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഭയത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയും, നമ്മൾ കറേജസ് ആവും. അപ്പോൾ നമ്മൾ ധീരന്മാരാവുക എന്നുള്ളതാണ്. നമ്മൾ ഭയത്തെ ഓവർകം ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ റൈറ്റസ് ആയിട്ടുള്ള ധർമാനുഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് ധീരന്മാരല്ലെങ്കിൽ ധീരകളായി നിന്ന് കഴിഞ്ഞാൽ അത് ആവണം എന്നുണ്ടെങ്കിൽ റൈറ്റ് പാത്ത് ഓഫ് ലിവിങ്, ആ ഒരു റൈറ്റ് പാത്ത് ഓഫ് ലിവിങ്ങിൽ കൂടി ഫോക്കസ് ചെയ്യുന്ന ഒരാൾക്ക്, അതായത് നമ്മുടെ യോഗസൂത്രയിൽ പറയുന്നത് പോലെയുള്ള ചിത്തവൃത്ത നിരോധ വഴിയിൽ കൂടിയുള്ള ധർമാനുഷ്ഠിതമായുള്ള ജീവിതം ജീവിക്കുന്നത് വഴി ഭൗതികതയിൽ നമുക്കൊന്നും നേടാനില്ല, അതെല്ലാം ഇംപെർമനൻ്റ് ആണെന്നുള്ളതിൻ്റെ ആ ഒരു ബോധത്തോടു കൂടി സദാ പ്രസൻറ്റിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് അയാളിൽ ഭൗതികമായിട്ടുള്ള പല ഫിയേഴ്സ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഹി വിൽ ബി ഏബിൾ ടു അഡ്രസ് ദാറ്റ്. അങ്ങനെ ഭയത്തെ പതിയെ നമ്മളെ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് ഭയത്തിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഹരി ഓം. ഇന്നത്തെ നമ്മുടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഭയമാണ്.
അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പകാലത്തൊട്ടേ ഭയത്തിൽ തന്നെയാണ് വളർന്നുകൊണ്ടിരുന്നത്. അപ്പം അത് പല രീതിയിലാണ് നമ്മൾ ആ ഭയത്തിൽ ഭയം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത്. കാരണം പലതും നമ്മളെ എന്താ പറയുന്നത്, ഓരോന്ന് പ്രവൃത്തികൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും. നമ്മൾ അതങ്ങനെ ചെയ്യരുത്, അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ പലതരം ആപത്തുകളോ അല്ലെങ്കിൽ സംഭവിക്കാൻ അരുതാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ കൊച്ചിലെ തൊട്ടേ നമ്മൾ കേട്ടാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതാണ് ഭയം എന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പം പിന്നെ നമ്മളങ്ങനെ ഭൗതികതയിൽ നിൽക്കുമ്പോൾ കൂടുതലും നെഗറ്റീവ് കാര്യങ്ങളായിരിക്കുമല്ലോ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയം അപ്പം ആദ്യമൊന്നും നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്താണ് തിരിച്ചടികൾ വരുമ്പോൾ നമ്മളതിനെ ശ്രദ്ധിക്കാതെ അങ്ങ് പോകും. ആ ഒരു ജീവിതം അങ്ങനെ ആയിരിക്കും നമ്മൾ ഭൗതികതയിൽ ആണ്ട് നിൽക്കുമ്പോൾ. പിന്നീട് നമ്മളിങ്ങനെ നിരന്തരം ഈ തിരിച്ചടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഭയം പിന്നെ അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ട് എങ്ങനെയാണിത് നമ്മളിൽ ഉണ്ടാകുന്നതെന്ന് ഒരു തിരിച്ചറിവ് വരുന്നു. അപ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഭഗവാന്റെ ആ കൃപയായിരിക്കും നമുക്ക് ആ ഒരു അതായത് സ്പിരിച്വൽ ഒരു ഇതിൽ നിന്നൊക്കെ വിട്ട് മാറി ചിന്തിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഈ തിരിച്ചടികൾ സംഭവിക്കുമ്പോൾ മറ്റു ടീച്ചർ പറഞ്ഞ പോലെ പല രീതികളിൽ നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പം പലത് ആ സമയത്ത് ചിലപ്പോൾ നമ്മളൊന്നും തിരിച്ചറിയത്തില്ലായിരിക്കും. പക്ഷേ അടികൾ കൂടി വരുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ആഴത്തിൽ ചിന്തിച്ച് നമുക്ക് അപ്പം ഭഗവാന്റെ ഒരു ഇതിലൂടെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വഴി ഭഗവാൻ തുറന്നു തരുമായിരിക്കും. അപ്പോൾ ചിന്തകൾ കൂടെയാണല്ലോ നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോഴാണല്ലോ നമ്മൾ ആ ഒരു വഴിയിലേക്ക് എത്തുന്നത്. നല്ല അപ്പോൾ അങ്ങനെ ആ സ്പിരിച്വൽ ഒരു ജേണി ഭൗതികതയിൽ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി അതിലൂടെ അല്ലാതെ ഒരു യാത്രയായിരിക്കാം സ്പിരിച്വൽ എന്ന് പറയുന്നത്. യഥാർത്ഥ കാരണം എന്താണ്, ഞാൻ ആരാണെന്നുള്ള ഒരു ചിലപ്പം എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് അതായിരിക്കും ഒരുപക്ഷെ ഈ ഭയം കൊണ്ട് നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള യാത്ര പിന്നീട് നമുക്ക് പല രീതിയിൽ നമ്മളത് എന്താ പറയുക അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യമൊന്നും നമുക്കത് യഥാർത്ഥത്തിൽ കറക്റ്റായിട്ട് തിരിച്ചറിയാനൊന്നും കഴിയില്ലായിരിക്കും. പിന്നീട് നല്ലൊരു ഗുരുവിനെ നമ്മൾക്ക് ലഭിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ശിക്ഷണത്തിലൂടെയോ ഉള്ള ചിട്ടയായ പിന്നെ എന്താ പറയുക ആ ഒരു ജേണി സ്പിരിച്വൽ ജേണി അതിലൂടെ ചിലപ്പം നമുക്ക് ആ ഭയം അതിന് കാരണം എന്താണെന്നുള്ളത് ഉള്ളിൽ വരുന്നത്. അപ്പം പല ഭയം ഉണ്ടാവുമല്ലോ. മരണഭയം ഉണ്ടാവും. എന്തുകൊണ്ട് എങ്ങനെ മരണം പിന്നെ സംഭവിക്കുന്നു, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, അങ്ങനെയൊക്കെയുള്ള ഭയങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതിനെപ്പറ്റിയാണ് നമ്മൾ ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സ്പിരിച്വൽ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് അത് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഈ കാണുന്നതല്ല നമ്മുടെ യഥാർത്ഥ രൂപം എന്നുള്ളത് നമ്മൾ
തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോഴാണ് അപ്പോൾ ആ മരണഭയം എന്നുള്ളത് നമ്മളിൽ നിന്ന് ചിലപ്പം കുറച്ചെങ്കിലും നമുക്ക് അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുമ്പോഴായിരിക്കും ചിലപ്പം നമുക്ക് മാറി കിട്ടുന്നത്. അതിനിപ്പം നമ്മളത് ശരിക്കും അതിൻ്റെ യഥാർത്ഥ ആത്മസ്വരൂപത്തെ ആണ് ഞാനെന്നുള്ള ആ ബോധം കറക്റ്റ്. അപ്പോഴേ നമുക്ക് ഈ ചിന്തകൾ ശരീരം ഇല്ല എന്നുള്ള ഒരവസ്ഥ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥ, അത് എത്രമാത്രം നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ആ ചെയ്യുന്ന സാധന പോലെ, അല്ലെങ്കിൽ നമ്മളത് പഠിക്കുന്ന ആഴത്തിൽ യാത്ര ചെയ്യുന്ന പോലെയിരിക്കും ഗുരുവിൻ്റെ ഒപ്പം. അപ്പോൾ ആ ഭയം, എന്നാലും നമുക്ക് ഭയം ചില സമയത്ത് സാധകൻ എത്രയാണെങ്കിലും നമുക്ക് ഭയം ഉണ്ടാകും. അപ്പോഴപ്പോൾ യഥാർത്ഥത്തിൽ അത് ആ ഉണ്മയെ തിരിച്ചറിയാനുള്ള ആ ഒരു താമസമായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ആ ഭയം നമ്മളിലേക്ക് പടർന്നു വരുന്നതെന്നായിരിക്കും. അപ്പം ഭയം യഥാർത്ഥത്തിൽ പിന്നെ നമ്മളുടെ ആ ജേണി കറക്റ്റ് യാത്ര നമ്മളെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ ഭയവും നമ്മളുടെ അവസാനിക്കുന്നതാണ് നമ്മുടെ ഒരു തീരുമാനം. നമ്മളുടെ ഭയം പ്രധാനമായിട്ടും വരുന്നത് വികാരങ്ങളിലൂടെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന കുട്ടിക്കാലത്ത് നമ്മൾ പോലും അറിയാതെ അഡിക്റ്റായി പോകുന്ന ചില വികാരങ്ങൾ, ഈ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിൽ ഭയം വരുന്നുണ്ട്. കാരണം ഭയം ഒരു വികാരമാണ്. അതിനെ നിരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും മനസ്സിലാവുന്നത് അതൊരു തീവ്ര വികാരമായിട്ടാണ് ഒരു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത്, റിപ്പീറ്റ് ചെയ്യുകയാണ്. ഉത്തരമില്ലാത്ത ചില തോട്ടുകൾ, അതായത് 2 എന്നൊന്നിൽ നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങൾ മനസ്സിനെ ഹണ്ട് ചെയ്യുന്നതാണ് ഭയം. എനിക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഭയം എന്ന് പറഞ്ഞാൽ അൺഇമാജിനറി ഭയമാണ്. ഭൂത പ്രേത അല്ലെങ്കിൽ അങ്ങനത്തെ ചില എന്ന രീതിയിലുള്ള ഭയമാണ് ഉണ്ടായിരുന്നത്. അപ്പം അതിന് ചില കാര്യങ്ങൾ കുട്ടിക്കാലത്ത് മനസ്സിൽ ഡീപ്പായിട്ട് കയറിയിട്ട് അതിന് ഉത്തരം കിട്ടാതെ വന്ന സമയങ്ങളിൽ അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാകുമായിരുന്നു. അത്തരം സിറ്റുവേഷൻ, രാത്രിയെ വലിയ പേടിയായിരുന്നു. കാരണം രാത്രി എൻ്റെ കുട്ടിക്കാലത്ത് ആ സമയത്ത് രാത്രിയിൽ ഉള്ള ശബ്ദങ്ങൾ, ഒച്ചകൾ, കാരണം അച്ഛനിൽ നിന്ന് ഉണ്ടായ ചില മദ്യപിക്കുന്ന സമയത്തൊക്കെ ഒച്ച ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ആ കുട്ടിക്കാലത്ത് ഇൻഡയറക്റ്റ്ലി ആ ശബ്ദങ്ങളൊക്കെ കേട്ടത് കൊണ്ടാവാം അതൊരു റിപ്പീറ്റഡായിട്ട് ഉള്ളിൽ ഭയമായിട്ട് കിടന്നു. പിന്നെ അതുപോലെ തന്നെ സ്പിരിച്വൽ ഇതിലോട്ട് വന്നപ്പോൾ സ്പിരിച്വൽ പലതരത്തിലുള്ള ദേവതകളെ നമ്മളിങ്ങനെ ഇത് ചെയ്യുമ്പോൾ ആ ദേവതകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും നമുക്ക് ഒരു ഭയമായിട്ടുള്ളിൽ ഇൻപ്രിൻസായിട്ട് വരും. കാരണം നമ്മൾ പോലും അറിയില്ല പല ദേവതകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അത് നമ്മുടെ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന തെറ്റായ രീതികളിൽ നിന്നാണ്. ആ ദേവതയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഭയം വരും. 2, നമ്മളുടെ അപ്പുറത്ത് മറ്റൊരാളുണ്ട് എന്ന ഒരു ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഭയം വരുന്നതായിട്ട് പല സന്ദർഭങ്ങളിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിൻ്റെയും വികാരത്തിൻ്റെയും കൂടെ ഉറപ്പിച്ചു പോകുമ്പോൾ ഭയം എന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത്തരത്തിലുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഓരോ കാര്യങ്ങളും നമ്മൾ കുറച്ച് മെച്യൂർഡായിട്ട് വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ തന്നെ പല ഭയങ്ങളും നമ്മൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു കണ്ടിന്യൂസ് ഒരു സ്ട്രക്ചറായിട്ടാണ് ഭയം കിടന്നിട്ടുള്ളത്. രാത്രി ഭയം, അങ്ങനത്തെ ഭയങ്ങൾ, ഗുരുജിയെ കണ്ടുമുട്ടിയ സമയത്ത് അങ്ങനത്തെ കുറേ ഭയങ്ങൾ, അതായത് പല ഇല്യൂഷൻസും എൻ്റെ സ്ട്രക്ചറിൽ കിടന്ന ഒരുപാട് ഇല്യൂഷൻസ് ഞാൻ അറിയാതെ തന്നെ സ്വാഭാവികമായിട്ട് മാറി. ഈ ദൈവ സങ്കല്പത്തെക്കുറിച്ചുള്ളത്, അല്ലെങ്കിൽ പ്രേതം, ഭൂതം, രാത്രി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ സ്ട്രക്ചർ ഇനിയും പല ഭയങ്ങളും ഉണ്ട്. ഇനി നേരിനെ, അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനമായിട്ട് കിടക്കുന്നത് അഭിമാനക്ഷതത്തെക്കുറിച്ച് ഞാൻ പോലും അറിയാതെ കിടക്കുന്ന ഒരു ഇതാണ്. അതാണ് ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ
അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി തോന്നുന്നു. അത് നമ്മൾ പോലും അറിയാതെ കുട്ടിക്കാലത്ത് കയറിയ ഒരു ഇതാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. എന്തായാലും അവബോധം, അതായത് സ്പിരിച്വൽ അവബോധത്തിലോട്ട് സഞ്ചരിക്കുക എന്നത് മാത്രമാണ്, മനസ്സിനപ്പുറത്തെത്തുക എന്നതാണ് ഈ ഭയത്തിനപ്പുറത്തേക്ക് കടക്കാനുള്ളൊരു മാർഗമെന്ന് വിചാരിക്കുന്നു. ഭയമെന്ന ടോപ്പിക്കാണ് നമ്മൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല ടോപ്പിക്സും നമ്മൾ ഇപ്രാവശ്യം എടുത്ത് ഭയത്തെ നമ്മൾ എടുക്കാനുള്ള മെയിൻ റീസൺ നമ്മൾ സാധകരെന്ന രീതിയിൽ എന്ന് മാത്രമല്ല, ഒരു സാധാരണ ലൗകിക വ്യക്തി എന്ന രീതിയിലും നമ്മൾ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ദൈനംദിന പ്രോബ്ലമാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു. സാധകൻ എന്ന രീതിയിലും ഒരു സാധാരണ ലൗകിക വ്യക്തി എന്ന രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. ഒപ്പം സാധാരണ ഒരു വ്യക്തി എന്ന സാധന സങ്കല്പങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഭയം ഒരു വികാരമാണ്. ആ വികാരം വരുമ്പം സാധാരണ ഇതിനെക്കുറിച്ച് ഇൻട്രോസ്പെക്ഷൻ ഇല്ലാത്ത അവനെ സംബന്ധിച്ചിടത്തോളം ആ വികാരത്തെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവനെ പല രീതിയിൽ അവനവനെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കും. ഇപ്പം അവന് ആ ഭയം ഉടലെടുത്തിരിക്കുന്നത് ഒരു ഇൻസെക്യൂരിറ്റി ഓഫ് വെൽത്ത് അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു പരിമിതികളാണ് എങ്കിൽ ഹി വിൽ ട്രൈ ടു ഗെറ്റ് മോർ ആൻഡ് മോർ വെൽത്ത് എന്ന രീതിയിലേക്ക് അവൻ പോവാം. രണ്ടാമത് അവനൊരു ലോൺലിനെസ് ആണെങ്കിൽ, ആ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരികയാണെങ്കിൽ അവന് എന്താണ്, ഹി വിൽ ട്രൈ ടു ക്രിയേറ്റ് എ ഗ്രൂപ്പ് ഓർ ബി പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഹീ ഈസ് നോട്ട് ട്രൈങ് ടു അഡ്രസ് ദാറ്റ് ഫിയർ, ഹീ ഈസ് ട്രൈങ് ടു റൺ അവേ ഫ്രം ഇറ്റ്. എന്നാൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം he tries to address it, not run away from it. What he tries to do is, what is the root cause of it? എൻ്റെ ഫിയർ എവിടെ നിന്ന് വന്നു? അതാണ് ഒരു സാധകൻ ഒരു അന്വേഷിയാണെന്ന് പറയുന്നത്. അതിലേക്ക് പോകാൻ ബിഫോർ ഐ കം ടു ദാറ്റ് ഒരു കാര്യം കൂടി പറയാം. കാരണം അത് മറ്റേതെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് യു അറ്റ് വൺ പോയിൻ്റ് ഓഫ് ടൈം യു ബിക്കം അവെയർ ദാറ്റ് neither wealth or the power that you try to generate is able to address it. Avasanam, even assume that he is able to address it. At one point he surrenders is before death, because it is one point. Till now he is not able to address it, or does it have a solution to address it. അവിടെ he comes to total failure. നമുക്ക് പല ഡിസ്കഷൻസും നമ്മൾ പോകുമ്പം the questions always in the point of death. What is life after death? ഇന്ന് കാണുന്ന പുസ്തകങ്ങൾ ഏറ്റവും നോക്കിയാൽ ആ ഒറ്റ ടൈറ്റിൽ കൊടുത്താൽ മതി, വിറ്റഴിയും, മില്യൺസ് ഓഫ് കോപ്പീസ്. ദിസ് ഇസ് വൺ പോയിന്റ് യു ആർ നോട്ട് ഏബിൾ ടു അഡ്രസ്. സാധകനെ സംബന്ധിച്ചിടത്തോളം when he tries to introspect it, എവിടെ എൻ്റെ ഫിയർ ഉടലെടുത്തു എന്നാണ് ചിന്തിക്കുന്നത്. അപ്പം ആദ്യത്തതിൽ മേ ബി ഈ ഉടലെടുത്തതിനെ അവൻ അഡ്രസ്സ് ചെയ്യാൻ പൊതുവെ ശ്രമിക്കുന്നത് സം ഔട്ട്സൈഡ് ഫോഴ്സ്. മറ്റേതെല്ലാം നമ്മൾ ഔട്ട്സൈഡാണ്. പക്ഷേ ഇൻസൈഡ് പോകുമ്പോൾ തന്നെ അവൻ ആദ്യത്തെ ഒരു ഔട്ട്സൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഈശ്വര സങ്കല്പങ്ങൾ പലതിലേക്കും അവൻ പോകും. whether that would be able to address my fear, ഒരു പരിധി വരെ അവന് അത് അഡ്രസ്സ് ചെയ്ത് വരുന്നുണ്ടാവും. പക്ഷേ ആ അഡ്രസ്സിങ്ങിലും അവന് മനസ്സിലാവും അവിടെയും അഡ്രസ്സ് ചെയ്യുന്നതിലും ഒരു ഫിയർ ഉണ്ട്. അപ്പോഴാണ് അവൻ കൂടുതൽ സൂക്ഷ്മമായി why it is not able to address it. Still that supernatural power that I am trying to hang on or cling on is not able to address it. Then how can I address it? അപ്പോഴാണ് അവൻ he goes deeper into himself.
അതിലാണ് ഗുരു പറയുന്നത്, ആ ഡീപ്പറായിട്ട് അവൻ പോകുമ്പോഴത്താണ് അവന് മനസ്സിലാവുന്നത് ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് മൈൻഡ്. അപ്പം വാട്ട് ഈസ് മൈൻഡ്? അതിനെക്കുറിച്ച് അവൻ പഠിക്കാൻ, അപ്പം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഗുരുവചനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ട് നടന്ന ആ സത്യന്വേഷികളുടെ വാക്കുകൾ, പിന്നെ അത് സുഹൃതം ചെയ്ത ജന്മങ്ങൾക്ക് ഒരു ലൈവ് ഗുരുവിനെ കിട്ടും. അപ്പം അവന് ഈ പഠനങ്ങൾക്ക് കൂടെ ഒരു ലൈവ് ഗുരുവിന് കിട്ടുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അവൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അതിന് ഹി വുഡ് ബി ഏബിൾ ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് പ്രാക്ടിക്കലി. വിചാരത്തിലേക്ക് അവനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഹി വുഡ് ബി അഡ്രസ്സിങ് ഇറ്റ്, ദ ഫിയർ. ഹീസ് നോട്ട് റണ്ണിങ് അവേ. ആ ദൈനംദിന ജീവിതത്തിൽ നിന്നുകൊണ്ട്, നിത്യജീവിതത്തിൽ നിന്നുകൊണ്ട്, സകല വ്യവഹാരങ്ങളിൽ നിന്നുകൊണ്ട് ആ മൈൻഡിനെ ഈവൻ ഫേസ് ചെയ്യും, ആ ഫിയറിനെ ഈവൻ ഫേസ് ചെയ്യും. ആൻഡ് ഹീ വുഡ് ട്രൈ ടു അഡ്രസ് ഇറ്റ്. അപ്പോഴാണ് ആ അഡ്രസ്സ് ചെയ്യും വരുമ്പോഴാണ് അവൻ എന്താണ് പറയുന്നത്, ആ ഹയർ നോളജ് അവനിലുള്ള മൈൻഡിൽ ഉള്ള ഹയർ, കുറിച്ച് എപ്പോഴും പറയും ഇറ്റ് ഈസ് എ ഹയർ കോൺഷ്യസ്നെസ് വിത്തിൻ യു. ആ കോൺഷ്യസ്നെസ് ഈസ് ഏബിൾ ടു അഡ്രസ് ദാറ്റ് ഫിയർ പെർമനൻ്റ്ലി. അതാണ് ഗുരു നമ്മളെപ്പോഴും നമ്മൾ പറയുന്നത്, ആ ബാഹ്യഗുരു ആയ എന്നെ നിങ്ങൾ പിടിച്ചുകൊണ്ട് നിങ്ങളിൽ ഇരിക്കുന്ന ആ ഹയർ കോൺഷ്യസ്നെസ് ആയ ആന്തരിക ഗുരുവിനെ നിനക്ക് എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പ്ലെയിൻ വെയറിൻ യുവർ എൻറ്റയർ ഫിയർ, ആ ഫിയർ അപ്പോൾ എവിടെ നിന്ന് വന്ന ആ മൈൻഡ് എന്ന കോൺസെപ്റ്റ് തന്നെ നിനക്ക് പൊളിച്ചടുക്കുവാൻ പറ്റും. the death of the mind take place. അങ്ങനെ ആ മരണത്തെ ജീവിച്ചിരുന്നു കൊണ്ട് മരണത്തെ അഡ്രസ്സ് ചെയ്യുന്നവന് മാത്രമേ യഥാർത്ഥത്തിൽ ആ ഫിയറിനെ കോൺകറി ചെയ്ത് ആ സത്യമാകുന്ന ബോധമാകുന്ന ആ ഗുരുസങ്കല്പത്തിലേക്ക് അവനെത്തി അവന് ഒരു യഥാർത്ഥ ജീവിതം നയിക്കുവാൻ കഴിയും. ഓം ശ്രീ ഗുരുഭ്യോ. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യത ഭയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതെനിക്ക് പറയുമ്പോൾ ആദ്യമേ ഞാൻ ഭയത്തെപ്പറ്റി ഗുരുജിയോട് സംസാരിച്ചപ്പോൾ ഗുരുജി പറഞ്ഞ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആൻസറാണ്, കോക്രോച്ചിനെ പേടിയാണെങ്കിൽ അതിനോടുള്ള അപ്രോച്ച് മാറ്റിയാൽ പോരെ. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു ശരീരത്തിൽ അന്ധകരണ ഘടകങ്ങൾ, ജീവൻ്റെ അടിസ്ഥാന വികാരം ഭയമാണെന്ന് പറയുമ്പോൾ തന്നെ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഈ അന്ധകരണ ഘടകങ്ങൾ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവൻ ആദ്യം അന്ധകരണ ഘടകങ്ങളെയാണ് ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ നിന്നും അവന് പൂർണ്ണമായ ഒരു മോചനം ലഭിക്കുന്നില്ല. എന്നുവെച്ചാൽ പൂർണ്ണമായിട്ടും ഭയത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന അവസരത്തിൽ അവൻ പുറത്തേക്ക് പോകും, അവൻ്റെ ആ ശ്രദ്ധ പുറത്തേക്ക് വരും. അപ്പോൾ അവൻ ഉപാധികളെ അന്വേഷിക്കും. ഉപാധികളെന്ന് പറയുമ്പോൾ ധനമാകാം, അല്ലെങ്കിൽ പല ആശ്രയത്വങ്ങളാവാം. അപ്പോൾ ഈ ആശ്രയത്വങ്ങളൊന്നും അവനെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ളതല്ല എന്നുള്ളത് അവൻ തിരിച്ചറിയുമ്പോൾ യാഥാർത്ഥ ബോധത്തിൽ ജീവിക്കുന്ന അവൻ അതിനപ്പുറമുള്ള ഓരോന്നിനെ തേടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ചിലപ്പോൾ ഒരു ഗുരുവിനെ ലഭിക്കുന്നത്. ഒരു ഗുരുവിനെ ലഭിച്ചാൽ അപ്പോഴും പേടിയുണ്ടാവും, ഇതെങ്ങനെ നിലനിർത്താൻ സാധിക്കും, ഗുരുവിൻ്റെ ആ സാമീപ്യം എങ്ങനെ നിലനിർത്താൻ സാധിക്കും. അതൊരു ഭയമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടി വരും. തികച്ചും ഈ ഭയം എങ്ങനെയാണ് നിവർത്തീകരിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഗുരു തന്നെ പറയും, നിത്യാനിത്യ വസ്തു വിവേക വിചാരം ചെയ്തു മുന്നോട്ട് പോവുക, സാധന ചെയ്യുക എന്ന് പറയും. അപ്പോൾ സാധന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഗുരുവിൽ നിന്നും കറക്റ്റായിട്ടുള്ള ആ ഒരു അറിവ്, ആ ജ്ഞാനം നമ്മൾ നേടിയെടുക്കുമ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് പടവിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വസ്തുക്കളൊന്നും, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളൊന്നും നമുക്ക് ശാശ്വതമായ ആ ഒരു
ഭയത്തിൽ നിന്നും നിവാരണം നടത്തുന്നില്ല എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാക്കണം. ആ ഒരു അവബോധമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ആത്മജ്ഞാനം നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഗുരുജി പ്രത്യേകിച്ച് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മരണഭയത്തെക്കുറിച്ച്. അപ്പോൾ മരിക്കുന്നത് എങ്ങനെ, അല്ലെ എൻ്റെ മരണസമയം എങ്ങനെ, മരിച്ചതിന് ശേഷം എനിക്കുള്ള അവസ്ഥ എന്താ, ഇത് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. ആർക്കും അതിനെപ്പറ്റി വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ ചോദ്യം എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അതൊരു ഭയമായി രൂഢമൂലമായി ഒരു മായയെ പോലെ അവനെ പിന്തുടരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മരണഭയത്തെ അതിജീവിക്കാൻ ഉള്ള അവൻ്റെ ശ്രമം പലതിലേക്ക് എത്തിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആത്മജ്ഞാനം നേടി എങ്കിൽ, ശാശ്വതമായ അറിവ് നമ്മൾ നേടിയെങ്കിൽ ജീവന് മരണമില്ല എന്നുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു ആൻസർ കൊടുക്കാൻ സാധിക്കുന്നത് ഒരു ഗുരുവിലൂടെ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തിനാണോ പിടിക്കേണ്ടതിനെ പിടിക്കാൻ മാത്രമാണ് ഗുരു പറയുന്നത്. എന്തിനാണ് ശാശ്വതമായ ശാന്തി എവിടെയാണ് കിട്ടുന്നത് അതിനെ പിടിക്കും, മറ്റുള്ളതിനെല്ലാം വിട്ടുകളയൂ. അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ അസ്തിത്വത്തെ പറ്റി ബോധമുണ്ടാവുള്ളൂ. ഗുരുജി അതാണ് പറയുന്നത്, നമ്മളെ അസ്തിത്വത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകൂ. ആ അസ്തിത്വത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ശരിയായ അവബോധത്തിലെത്തുള്ളൂ. ആ ശരിയായ അവബോധം നമ്മളെ ആ ഭയത്തെ അതിജീവിക്കാനുള്ള മനോഭാവം നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ തികച്ചും നമ്മൾ കോക്രോച്ചിനെ കണ്ടാൽ പേടിക്കേണ്ട, അതിനോടുള്ള അപ്രോച്ച് മാറ്റുക. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശൂന്യമായ ഭയത്തെ ശൂന്യമാക്കുക, അതാണ് ഏതൊരു മനുഷ്യനും ഏതൊരു സാധകനും അനുഷ്ഠിക്കേണ്ട ധർമ്മം. ഭയം ശൂന്യമാണ്, ഒന്നുമില്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ അന്വേഷണം വേണം. അന്വേഷണം വേണമെങ്കിൽ, അന്വേഷണം നടത്തണമെങ്കിൽ ഉള്ളതിനെ അന്വേഷിക്കണം. അനിത്യമായതിനെ അന്വേഷിക്കാൻ പോകുമ്പോൾ ഭയം ഇരട്ടിക്കും എന്ന് മാത്രമല്ല, അസ്വസ്ഥത കൂടിയാണ് അത് അന്വേഷകനിൽ ഉണ്ടാക്കുന്നത്. എന്നാൽ നിത്യമായതിനെ അന്വേഷിക്കുമ്പോൾ അന്വേഷകനിൽ നിത്യമായ ത്വര അതുണ്ടാക്കും, അന്വേഷണ ത്വര ഉണ്ടാക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അനിത്യമായതിനെയും നിത്യമായതിനെയും നാം എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് പ്രശ്നമായി വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലാത്തതിനെ നമ്മൾ ഭയക്കുന്നു, ഉള്ളതിനെ സ്നേഹിക്കുന്നുമില്ല. ഈ തിരിച്ചറിയൽ സാധ്യമാക്കണമെങ്കിൽ അതിലൂടെ നടന്ന് അനുഭവിച്ച് അതിനെ സാക്ഷിഭാവത്തോടെ കണ്ട് അത് താൻ അനുഭവിച്ച അനുഭവത്തിൻ്റെ 100 ഇരട്ടി വ്യാപ്തിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളുണ്ടാവണം. ആ ഒരാളുണ്ടായാൽ ആ ആളിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് അന്വേഷകൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിന് സ്വാഭാവികമായും നമ്മൾ ആശ്രയിക്കുന്നത് ഒന്ന് നമ്മുടെ മനസ്സിനെയാണ്. ആദ്യം ആശ്രയിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. അസ്ഥിരമാണ് മനസ്സ് എന്ന് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിട്ട് ആ മനസ്സിനെ നമ്മൾ ആശ്രയിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫലങ്ങളും അസ്ഥിരമായി തുടരും. മറിച്ച് അത് ഈ അറിഞ്ഞ ഒരാളിനെ ആശ്രയിക്കാൻ ശ്രമിച്ചാൽ, അനുഭവിച്ചറിഞ്ഞ ഒരാളിനെ ആശ്രയിക്കാൻ ശ്രമിച്ചാൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അറിയാൻ ശ്രമിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അറിയാൻ ശ്രമിച്ചാൽ ഉത്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതെങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ചാൽ സമർപ്പണമാണ് അതിലുള്ള ഏറ്റവും വലിയ കാര്യം. സമർപ്പണം എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ സത്യസന്ധതയിൽ നിന്നേ
സമർപ്പണം ഉണ്ടാവുകയുള്ളൂ. വാക്കുകൊണ്ട് സമർപ്പണം ചെയ്യുന്നതല്ല, ശരിക്കും തൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ആ സമർപ്പണം സാധ്യമാക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. അത് സാധ്യമാകണമെങ്കിൽ അവൻ്റെ കർമ്മം അതിനനുസരിച്ച് അവൻ ചിട്ടപ്പെടുത്തണം. കർമ്മം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തണമെങ്കിൽ കർമ്മം അറിഞ്ഞവനെ ആശ്രയിച്ച് അവൻ പറഞ്ഞതിനെ ബോധ്യപ്പെടുത്തണം, സ്വയം ബോധ്യപ്പെടണം. ഇന്ന് ഈ ലോകത്തിൽ ഏത് ഭയവും, നേരത്തെ പറഞ്ഞതുപോലെ ഭയം പണത്തോടാണെങ്കിലും ഭയം അഭിമാനത്തോടാണെങ്കിലും ഭയം പരിതസ്ഥിതിയോടാണെങ്കിലും എന്തിനോടാണെങ്കിലും അതിനെ നമ്മൾ മനനം ചെയ്യാതെ, അല്ലെങ്കിൽ മനനം ചെയ്ത് അറിഞ്ഞൊരാളുടെ സഹായം കൂടാതെ, അതുമല്ലെങ്കിൽ മനനം ചെയ്ത് അറിഞ്ഞ് അനുഭവിച്ച ആളെ സത്യസന്ധമായി സമർപ്പണം ചെയ്യാതെ അന്വേഷണം വരുമ്പോഴാണ് ഈ ഭയം സ്ഥിരമായി നമ്മളിൽ നിലനിൽക്കുന്നത്. അതിനാവശ്യം നേരത്തെ നമ്മളോട് ഗുരു പറഞ്ഞതുപോലെ നമ്മളിൽ എംപ്രിൻ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഭയം, അത് ഭയം എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും നമ്മൾ ഭയക്കുന്നതിനെയല്ല, നമ്മളിൽ രൂഢമൂലമായി നമ്മളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വികാര വിചാരങ്ങളെയെല്ലാം ആ ഭയത്തിൽ വരുന്നതാണ്. അതിനെ നമ്മൾ മാറ്റിയെടുക്കാനുള്ള ശ്രമം നമ്മൾ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ആ ശ്രമം ചെന്ന് എത്തി നിൽക്കുന്നത് പല പല ഉപാധികളിലേക്ക് അത് വഴിമാറും. ആ ഉപാധികളുടെ സാങ്കത്യം അറിയുവാനാണ് ഗുരു നമ്മളെ ക്ഷണിക്കുന്നത്. എങ്ങനെ നമ്മൾ അറിയും എന്ന് ചോദിച്ചാൽ, ഒരിക്കലും അറിയാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം സത്യസന്ധമായി നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോഴും ആ വഴിയിൽ നമുക്ക് പ്രതിരോധം തീർക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹം തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. ആ അഹം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നൈമിഷികമായ ചില ചിന്തകളാണ് നമ്മളെ ആ പാത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റിവിടുന്നത്. ആ നൈമിഷികമായ ചിന്തകളെ ഗുരുവിനെ കരുവാക്കരുത് എന്ന് പറയുന്നത് പോലെ, ആ കരുവാക്കുന്ന രീതി എന്താണ് എന്ന് ഉള്ളിൽ ഉറഞ്ഞ്, അല്ലെങ്കിൽ ഉള്ളിലെ സമർപ്പണത്തിലൂടെ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ വാക്കിലും മനസ്സിലും ബുദ്ധിയിലും ചിത്തത്തിലും ഇനി എന്തൊക്കെ നമ്മൾ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടോ അതിലെല്ലാം ഈ സത്യസന്ധതയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, നമ്മൾ സത്യമാകണം, സത്യസന്ധമാകണം. അങ്ങനെ ആയാൽ ഭയം എന്ന് പറയുന്ന വസ്തുത ഇവിടെ ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടണമെങ്കിൽ അറിയാൻ ശ്രമിക്കണം. അറിയാൻ ശ്രമിക്കുന്നവന് സത്യസന്ധത ഉണ്ടാവണം. ആ സത്യസന്ധതയെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ അറിഞ്ഞവനെ ശരണം പ്രാപിക്കണം. അങ്ങനെ ഓരോ സാധകനും ആ സത്യസന്ധമായ ഒരു ജീവിതം ലഭിക്കണമെങ്കിൽ പോലും ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. ആ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വൃത്തത്തിൻ്റെ പുറത്തും അകത്തും അതിൻ്റെ കേന്ദ്രത്തിലും ഉള്ളത് ശൂന്യത മാത്രമാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ വൃത്തത്തിൻ്റെ കേന്ദ്രം എവിടെയാണെന്നും വൃത്തപരിധി എന്താണെന്നും വൃത്തപരിധിക്കപ്പുറം എന്തൊക്കെ ഉണ്ടെന്നും തിരിച്ചറിയാൻ നാം ശ്രമിക്കണം. ആ വൃത്തത്തിലെ ശൂന്യതയെക്കുറിച്ചാണ്, അതിലെ ഒരു ചെറിയ കണികയെക്കുറിച്ചാണ് ഈ വൃത്തത്തിലെ ശൂന്യതയിലൂടെ ഗുരു നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും സമർപ്പണത്തിലൂടെ നമുക്കെല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ഗുരുപാദത്തിൽ പ്രണമിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഹരിയോ. ഇന്നത്തെ സിനിമയിൽ ഭയം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിലുള്ള സത്സംഗം തന്നെ നടന്നു. അതിലെ ഓരോ സാധകരും പറഞ്ഞ അഭിപ്രായങ്ങളാണ്
സോമിനിയമ്മ, സാധകന്റെ പരിണാമത്തിൽ വരുന്ന പല പ്രോബ്ലങ്ങളിൽ ഒന്നാണ് ഭയം. ഭൗതിക ആത്മീയ തലങ്ങളിലെ ഭയമുണ്ട്. വികാരത്തെ വിചാരം കൊണ്ട് കീഴടക്കുകയാണ് ചെയ്യേണ്ടത്. ആത്മീയതയിൽ ആത്മസാക്ഷാത്കാരം നേടാത്തവരാണെങ്കിലും ഭയം വരും. ഗുരു ശിക്ഷിക്കുമോ എന്ന ഭയം വരുന്നു. ഭൗതികതയുടെ കണ്ടീഷണൽ മൈൻഡ് അതിനനുസൃതമായി ചില പ്രശ്നങ്ങളിൽ പെട്ടുപോയാൽ ഗുരുവിന്റെ അടുത്ത് പോകാൻ ഭയം വരുന്നു. ഭയം വരുമ്പോൾ അവൻ സത്യസന്ധമായിട്ട് അവന്റെ വികാരത്തെ ബുദ്ധി ഉപയോഗിച്ച് സാക്ഷീകരണം നടത്തി അവന്റെ തന്നെ അഴിച്ചുപണി നടത്തണം. അടുത്തതായി വിട്ടൂജി പറഞ്ഞു, കൃഷ്ണന്റെ വിശ്വരൂപം കണ്ടിട്ട് അർജുനൻ പേടിച്ചു, പക്ഷെ പ്രഹ്ലാദൻ പേടിച്ചില്ല. പേര് രണ്ട് തരത്തിലാണ് കണ്ടത്. ഇൻസെക്യൂരിറ്റി കാര്യങ്ങൾ വരുമ്പോഴാണ് ഭയം വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ദേവതകളെല്ലാം ഓരോ ഫോംസ് ഓഫ് ഇമോഷൻസ് ആണ്. കുട്ടാച്ചന്റെ അഭിപ്രായത്തിൽ എല്ലാവരുടെയും അടിസ്ഥാന വികാരം ഭയമാണ്. മനുഷ്യ മനസ്സ്, നമ്മുടെ മനസ്സിന്റെ കൺസ്ട്രക്ഷൻ പൊളിക്കുന്ന രീതിയിലാണ് ഗുരു ഇറങ്ങി വരുന്നത്. അങ്ങനെ വന്നാല് ആ ഭയം ഇല്ലാതാവും. ഗായത്രി മേം പറഞ്ഞു, എന്തുകൊണ്ട് ഭയം ഉണ്ടാകുന്നു? നമ്മൾ സദാ ഭയത്തിലാണ് നിലനിൽക്കുന്നത്. കാരണമില്ലാത്ത ഓരോ ഭയത്തിന്റെ പുറകിലാണ് നമ്മൾ. ചിന്തകളുടെ ലോകത്ത് നിൽക്കുമ്പോൾ ഭയം അവിടെ കാണും. ഈ നിമിഷത്തിൽ നിൽക്കുന്നില്ല. സങ്കല്പങ്ങൾ പലതും നമ്മളെ ഭയത്തിലെത്തിക്കും. സദാ പ്രസന്റിൽ നിൽക്കുന്ന ആളിൽ ഭയത്തിന്റെ ഇന്റൻസിറ്റി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഗിരീഷ് പറഞ്ഞു, ചെറുപ്പകാലം തൊട്ടേ ഭയത്തിലാണ് വളർന്നത്. പലരും പലതും പറഞ്ഞ് പേടിപ്പിക്കും. ഗുരുവിനെ ലഭിക്കുന്നതിലൂടെ സ്പിരിച്വൽ ജേർണി അതിന്റെ കാരണം, ഭയത്തിന്റെ കാരണം തിരിച്ചറിയാമെന്ന് പറഞ്ഞു. ശരത്ജിയുടെ അഭിപ്രായത്തിൽ സാധകർ ലൗകിക വ്യക്തിത്വം എന്ന രീതിയിലും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് പണത്തിന്റെ പരിമിതിയാണെങ്കിൽ മോർ ആൻഡ് മോർ വെൽത്ത് എന്ന രീതിയിൽ പോകുന്നു. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. സാധകൻ ഒളിച്ചോടുന്നില്ല. എന്റെ ഫിയർ എവിടെ നിന്ന് വരുന്നു? അതുകൊണ്ടാണ് ഒരു സാധകൻ ഒരു അന്വേഷി എന്ന് പറയുന്നത്. ഡീപ്പറായി അവൻ പോകുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് വാട്ട് ഈസ് മൈൻഡ്. സുകൃതം ചെയ്ത ജന്മങ്ങൾക്ക് ഒരു ലൈവ് ഗുരുവിനെ കിട്ടും. വിചാരത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ കഴിയും. ആ ഫിയറിനെ അവൻ ഫേസ് ചെയ്യും. അപ്പോഴാണ് അവന്റെ മുന്നിലുള്ള ഹയർ നോളേജ്, ബാഹ്യ ഗുരുവിനെ പിടിച്ചുകൊണ്ട് ആന്തരിക ഗുരുവിനെ പിടിച്ചു കഴിഞ്ഞാൽ മൈൻഡ് എന്ന കോൺസെപ്റ്റ് പിടിച്ചടക്കാൻ കഴിയും. ഗുരുവാകുന്ന ബോധസങ്കല്പത്തിലെത്തി യഥാർത്ഥ ജീവിതം നയിക്കാൻ കഴിയും. നന്ദൻജി ഭയത്തെക്കുറിച്ച് ഗുരുജിയോട് നന്ദൻജി ചോദിച്ചു. അപ്പോൾ ഗുരുജി പറഞ്ഞു, പാറ്റയെ ഭയമാണെങ്കിൽ അപ്രോച്ച് മാറ്റിയാൽ പോരെ. ഒരു ഗുരുവിനെ ലഭിച്ചാലും പേടിയുണ്ടാവും. എങ്ങനെ ഗുരുവിനെ നിലനിർത്താൻ സാധിക്കും? ഗുരുവിൽ നിന്നും അറിവ് നേടിയെടുക്കുമ്പോൾ ആത്മജ്ഞാനം എന്ന പദവിയിലെത്തുന്നു. ശാശ്വതമായ അറിവ് നേടിയില്ലെങ്കിൽ ജീവന് മരണഭയം എന്ന അവസ്ഥയുണ്ടാകും. അവസാനമായി ഈ നടന്ന എല്ലാ സത്സംഗത്തിലും ഭയം എന്ന വിഷയത്തിന്റെ കൺക്ലൂഷൻ ഗുരുദാസിയാണ് ആ കൺക്ലൂഷൻ നടത്തിയത്. ശൂന്യമായ ഭയത്തെ ശൂന്യമാക്കുക, ശൂന്യമായ ഭയത്തെ ശൂന്യമാക്കുക. ഏതൊരു മനുഷ്യനും ഏതൊരു സാധകനും മനസ്സിലാക്കുക,
ഇത് അറിയണമെങ്കിൽ അന്വേഷിക്കണം. അനിത്യമായതിനെ അന്വേഷിക്കുമ്പോൾ ഭയമാണ് അത് ഉണ്ടാക്കുന്നത്. നിത്യമായതിനെ അന്വേഷിക്കുമ്പോൾ ഇല്ലാത്തതിനെ ഭയക്കുന്നു, ഉള്ളതിനെ സ്നേഹിക്കുന്നുമില്ല. അതാണ് ഒരാളുടെ പ്രശ്നം. ആ ഒരാൾ ഉണ്ടായാൽ അയാളെ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം. അസ്ഥിരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനസ്സിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അസ്ഥിരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അസ്ഥിരമായ മനസ്സിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. സമർപ്പണമാണ്. സത്യസന്ധതയിലെ സമർപ്പണം ഉണ്ടാകൂ. കർമ്മം കൊണ്ട് സമർപ്പണം സാധ്യമാകാനാണ് ശ്രമിക്കേണ്ടത്. നമ്മളിൽ ഇൻപ്രിന്റ് ചെയ്തിരിക്കുന്നതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം തുടങ്ങണം. പല പല ഉപാധികളിലേക്ക് അത് മാറും. അതിൻ്റെ സാങ്കത്യം അറിയാനാണ് ഗുരു നമ്മളെ ക്ഷണിക്കുന്നത്. നമ്മളിലെ അഹം തന്നെയാണ് പ്രതിരോധം തീർക്കുന്നത്. നൈമിഷികമായ ചിന്തകൾക്ക് ഗുരുവിനെ കരുവാക്കരുത്. വാക്കിലും മനസ്സിലും ബുദ്ധിയിലും ചിത്തത്തിലും സത്യസന്ധമായാൽ ഭയം എന്ന വസ്തുത ഇല്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടും. സമർപ്പണത്തിലൂടെ അതിന് കഴിയട്ടെ എന്ന് എല്ലാവർക്കും അദ്ദേഹം ആശംസിച്ചുകൊണ്ട് നമ്മൾ ആ വൃത്തത്തിലെ ശൂന്യത സത്സംഗം പര്യവസാനിപ്പിച്ചു. എല്ലാ സാധകർക്കും നന്ദി.